ആണോ? ലൈവ് റീസ്റ്റാർട്ട് വേറെ വഴിയില്ല. എന്റെ PC ക്രാഷ് ആയി പോയതാ. ഒരു പ്ലെയർ എടുത്ത് കത്തിപ്പോയി പറഞ്ഞില്ലായിരുന്നോ? നീ ഇപ്പൊ വരുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? അതേപോലെ തന്നെ പറഞ്ഞാൽ മതി. അവിടുന്ന് ആ ഡിസ്കോഡ് അല്ല, എക്സാൻഡിന്റെ ഡിസ്കോഡ് വരാൻ പറഞ്ഞാൽ മതി. അതെ അതെ അതെ. എന്നിട്ട് ഡെഫിനറ്റ് അടിച്ചിരിക്കണേ. ഇൻ ഗെയിം റേഡിയോയും കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ പിറ്റിംഗ് വീട് നടക്കുന്നുണ്ട്. അവർക്ക് അറിയത്തില്ല ഗൈസ്, അവര് ടർഫ് ആദ്യമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ടുള്ളൊരു പ്രശ്നം. ഇവിടുത്തെ അഡ്മിൻസ് ഒക്കെ നിൽക്കുന്നത് അടിച്ച് കളിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. പ്രശ്നങ്ങൾ വരും, അത് കാര്യമാക്കണ്ട. തമാശക്ക് പറഞ്ഞാണ് കേട്ടോ ഞാൻ, അത് കാര്യമാക്കണേ. പക്ഷെ ഡിസ്കൗണ്ട് കളിക്കുന്നത് പറഞ്ഞ കാര്യമായിട്ടാണ്. ഓക്കെ, അവരുടെ പ്ലെയർ വന്നിട്ടുണ്ട്. പുള്ളി ഹീൽ ചെയ്യാണെന്ന് തോന്നുന്നു. അവര് വന്ന് ഉടനെ തന്നെ പിക്ക് ചെയ്യുന്നതായിരിക്കും. സത്യല്ലേ അണ്ണൻ പ്രൗഡ് ഓണർ. മനസ്സിലായോ? ചിലരുടെ ഗെയിം ക്യാപ്ചറിന്റെ അകത്ത് ഡെസ്ക്ടോപ്പ് ഓഡിയോ ഒന്നും ഇല്ല. ഞാൻ നോക്കുമ്പോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇല്ല. ആരൊക്കെയാണ് ചെവി പറഞ്ഞു അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തില്ല. അവനറിയാമെന്നറിയില്ല. അതല്ലേ ഇതാരാ? ഓക്കെ, അപ്പോ റേവൻ ഹെയ്സ്, മോബി ഇയർഫോൺസ് വെച്ചിട്ടാണ് അണ്ണൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവര് പിറ്റ് ചെയ്ത് മടുത്തെന്ന് തോന്നുന്നു ടിവിയെ. അവര് ഓജിനെ ഇപ്പൊ കുറച്ചായിട്ട് വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു സോൺ ഓൾറെഡി ഇപ്പോൾ വരുന്നതായിരിക്കേണ്ടതാണ്. യെസ്, ഓൾറെഡി ഷിഫ്റ്റും ആയിരിക്കുകയാണ്. രണ്ടാമത്തെ സോൺ വന്നു, ഷിഫ്റ്റുമായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓജിയുടെ പ്ലേയേഴ്സ് ഇനിയും സോൺ ഇൻ കേറിയിട്ടില്ല. അവർ മേ ബി ഏതെങ്കിലും ഒരു ആംഗിളിൽ കൂടെ കയറുമെന്ന്. ഓക്കെ, ഓജി ഒരു ഇല്ല, അവളങ്ങനെ സ്ഥിരം ആർപ്പിൽ ഉണ്ടാവില്ല ഗൈസ്. അവളെ സ്ഥിരം ആർപ്പിൽ ഉണ്ടാവില്ല, അവളങ്ങനെ കളിക്കത്തില്ല. ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എല്ലാം ഏകദേശം ഒരേ ഇതിൽ വരുന്ന പരിപാടികളാണ്. വേപ്പൂള്, പബ്ലിക് ടോയ്ലറ്റ്. സത്യോടാ സത്യം. ഈ എലി ഉണ്ടല്ലോ, എലി എന്റെ അടുത്ത് പറയുവാണ്, ഏതോ ആന്ധ്രയിലെ അമ്മാവൻ ഞാൻ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ച സമയത്ത് ഞാൻ ദേവൂട്ടന്റെ ഭാഗ്യത്തിന് പരിയൊന്നും വന്നില്ലെന്നുള്ളൊരു ആശ്വാസം. ഞാൻ ഇങ്ങനെ വെള്ളം ചെപ്പി കളിച്ചപ്പോ എലി പറയാണ് ഒരു ആന്ധ്ര അമ്മാവൻ അവിടെ ഇരുന്ന് മുള്ളുമായിരുന്നെന്ന്. ഞാൻ അതാണ് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച്. വണ്ടി അവർക്ക് ജസ്റ്റ് മിസ്സായി, പക്ഷെ നീലന്റെ വണ്ടിക്ക് അങ്ങനല്ലടാ, മുള്ളെന്ന് പറഞ്ഞത് അവിടെ ഇരുന്ന്. അവള് വെള്ളത്തിൽ ഇറങ്ങിയില്ല, അവൾ ഇറങ്ങിയില്ലെന്ന്. തെറിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോട്ടെ, സാരമില്ല. അപ്പോൾ എവിടാണ് ഓജി കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? 18 മിനിറ്റ് ബാക്കി നിൽക്കേ. ഓജി കമ്മിറ്റ് ചെയ്യാൻ ഓജി സിംഗിൾ ആണ്. ഫുൾ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കമ്മിറ്റ് രണ്ട് സൈഡിൽ നിന്നുള്ള അറ്റാക്കാണ് ഓജി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം ഇവിടെ നിന്നും അറ്റ് എ ടൈം അവിടെ നിന്നും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഓജി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും നമുക്ക് ഓജിയുടെ വക ഒരു അഗ്രസീവ് അറ്റാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആണ്, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മാത്രം കാണിച്ചാൽ മതി. ആക്ടിവിറ്റി കാണിക്കുന്നവർക്ക് ഇവിടെ ഗ്യാങ് ആയിട്ട് കളിക്കാം. പിന്നെ അത് പൈസ കൊടുത്ത് മേടിക്കാനും പറ്റൂല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ സെർവർ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്യാങ്ങിന് ഇവിടെ ആക്ടിവിറ്റി കാണിച്ച് ഗ്യാങ് ഷോട്ട് എടുക്കാൻ പറ്റാത്ത പക്ഷം അത് ഒരിക്കലും സെർവറിന്റെ പ്രശ്നമല്ല. അത് പറഞ്ഞില്ല. മോൺസ്റ്റർ ഒക്കെ കുടിച്ചിരിക്കുന്നു പയ്യൻ.
ബ്രോ ഓജിയുടെ വണ്ടി ടാർഗറ്റ് ചെയ്തുണ്ട്. ഇതെന്താ പുള്ളിയുടെ ലൈവിന്റെ ആണോ എന്റെ നെറ്റിന്റെ ആണോ ഇത്? അല്ല നിന്റെ വീണ്ടും പോയി പോടാ. ഈ തവണ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വന്നില്ല. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു മേളോട്ടം കേറുന്നില്ലല്ലോ. അളിയാ ഞാൻ കാണോ നോക്കട്ടെ. ഇല്ല കേട്ടുമോനെ എന്താ താഴോട്ടിട്ടിരിക്കുകയാണ് ആ ഒരു ഫൈറ്റിൽ. കിക്കിശല്ല എന്റെ നെറ്റ് ഇടയ്ക്ക് ബഫറാവുന്ന മഴയല്ലേ ഇവിടെ മുടിഞ്ഞ മഴ. കുട്ടിദാസ് റീചാർജ് ആണെന്ന് തോന്നുന്നു. ന്യൂ ലൈവ് ആയിട്ട് വന്നു. ന്യൂ ലൈവ് ഒന്നും അല്ല. കുട്ടിദാസ് അല്ലേ? ഓജി കയറിയോ? നീനെ വണ്ടി നിർത്തിയിട്ടേക്കുവാ തോന്നുന്നു കേട്ടോ. നിർത്തിന്റെ വണ്ടിയിൽ അടിക്കുന്നതെന്ന്. ആ ഇറ്റാച്ചി വേഴ്സസ് കുട്ടിദാസ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ സർവർ ഉണ്ടാക്കാൻ പോയത് ബ്രാവോന്റെ മുളയിലെ നുള്ളി. വീണ്ടും പോയോ നെറ്റ്? റോക്കറ്റ് ലീഗ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. റോക്കറ്റ് ലീഗിലെ ഒരു മത്സരമാണ് നമ്മൾ. മുളയിലെ നുള്ളിന്ന് ലവ് ഫ്രം ന്യൂ ലൈവ്. വീണ്ടും ന്യൂ ലൈവ് ആയിട്ട് വന്നോളിയാ. സർവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അല്ല ഇത് നീ 13 മിനിറ്റ് അല്ലേ ആയുള്ളൂ നീ പുതിയ ഇതിട്ടിട്ട്? ഇതല്ല നേരത്തെ പുതിയ മൊത്തത്തിലൊന്ന് 13 ലൈവ് അത് ഓൾറെഡി നിങ്ങളെന്ത് ഇങ്ങനെ പറയണേ? നിർത്തിച്ചേ. രണ്ടാമത്തെ ലൈവ് അല്ലേ? PC ക്രാഷ് ആയതിനു ശേഷം രണ്ടാമത്തെ ലൈവ് വന്നേ. എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ. നിങ്ങൾ ടർഫിനെ പറ്റി ടർഫ് കാണൂ, ടർഫ് എൻജോയ് ചെയ്യൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കൂ, അത്രേ പറയാനുള്ളൂ. അത് ബഗ്ഗാ ഗൈസ്, അത് ബഗ്ഗാ. അത് ബഗ്ഗാ 47 മിനിറ്റ് നിങ്ങൾക്ക് കാണിക്കുന്ന ബഗ്ഗാ ഗൈസ്. പോയി ഉറങ്ങിയോ? ഇല്ല, വണ്ടി റിപ്പയർ ചെയ്ത് കേട്ടോ. ഇവിടെ അടിയോ, ഇവിടെ അടിയോ. വീഡിയോയുടെ വക ഓജി റാവൻസിന് വീഡിയോ വന്നിരിക്കുകയാണ് ഗായ്സ്. ടർഫ് ഓജിക്ക് കിട്ടിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. മണി ടർഫ് അങ്ങനെ ഓജിക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ടർഫ് ടിവിയെ ഓജിക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ചാവണ്ടേ ആള്. ഇത് മൊണോപ്പൊളി ആണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട. ഞാൻ എന്റെ സർവറിൽ ഇങ്ങനെയൊക്കെ വരല്ലേ. നല്ല പയ്യനായിട്ട് നല്ല നീ ഏറ്റെടുത്ത് ചെയ്യാവോ ഇതെല്ലാം? ടിക്കറ്റ് വലിക്കുക, ബാക്കി അവര് പക്ഷെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്ത് പേരിൽ എഴുതി കൊടുക്കും. അല്ല, ഓണർഷിപ്പ് തരില്ല, അഡ്മിൻസ് ബെക്ക് മാത്രം. വണ്ടിയിൽ 4 പേരുണ്ടെന്ന് അറിയാതെ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ആ വണ്ടിയിലുള്ള ആരെങ്കിലും നിക്കുവിനോട് പറഞ്ഞു കൊടുക്കുക, നിക്കു ആ വണ്ടി ഫുള്ളാണെന്നുള്ള കാര്യം. നിക്കുവിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്. നിക്കു ആ വണ്ടി മാറി 3 പേരുള്ള വേറൊരു വണ്ടി. അങ്ങനെ ഓജിയുടെ ഓജിക്ക് 3 വണ്ടിയുണ്ട്. ദാനം കൊടുത്തു കളയേ. റിപ്പയറുണ്ട്. ടൈം ഔട്ട് ആയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ടർഫ്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ലാസ്റ്റ് പണ്ടത്തെ ടർഫൊക്കെ ഓർമ്മയുണ്ടോ? ബൈ ഫൂട്ടൊക്കെ കേറി സമയം വന്ന് കേറിയുള്ളൂ. വണ്ടിയൊക്കെ കൊണ്ട് ലോറി വെളുത്ത വണ്ടി ഓൾറെഡി അവിടെ എല്ലാവരും ബൈഫൂട്ടിൽ ഇറങ്ങി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് ഓജിനെ കയറ്റം തോന്നുന്നില്ല. ഓജി എവിടെയാണ് കയറാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അവർക്ക് എവിടെ കുത്താൻ സ്ഥലമില്ല. നിങ്ങൾ നോക്കി സോൺ ഷിഫ്റ്റും നടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവസാനം വന്നു. ഇനിയിപ്പോൾ ഉള്ള ഈ ഏരിയയിലോട്ട് വേണം ഓജി കാർ വന്നിറങ്ങാൻ. അയ്യോ, ഇവിടെ എവിടെ വണ്ടി കുത്തിയാലും കുത്തുമ്പോ തന്നെ 2 പേര് ഇറങ്ങും, 2 പേര് ചാവും. ഇനിയിപ്പോ അവര് കുത്താതെ വണ്ടി ചാവാണ്ട് ടർഫ് തീരുവോ? എന്താ അങ്ങനെ ഇരിക്കണോ നടക്കാൻ പോണ? എന്തായാലും ടർഫ് ഇട്ടില്ല, ഇടിച്ച കേട്ടറാ അവരെ. എന്തായാലും അഹങ്കാരം റോഡിൽ ഇടിച്ചേറ്റ്. അവർക്ക് റോളൊന്നും ഇല്ലേ? ഞാനൊക്കെയാണ് ഇടിച്ചേറ്റ്. ഈ ഒരു വണ്ടി മാത്രമേ
ഇത് അളിയാ നീ ടി ഡി ഒക്കെ കളിക്കുന്നുണ്ടോ അളിയാ? ടർഫാണെന്ന് തോന്നുന്നു. അടിയാ. ഇതിനു മുമ്പ് അളിയാ, എന്റെ അടിയൊക്കെ നീ കണ്ടില്ലേ ടർഫിലെ ഇത് ഫ്രീവറിലൊക്കെ? ഇല്ല കണ്ടില്ല കണ്ടില്ല. കാണാൻ സാധിച്ചു. ഒരു ബുള്ളറ്റിന്റെ വെളിയിലോട്ട് പോയിട്ടില്ല. അതിലൊക്കെ അടിച്ച് ഞാൻ പണി. എല്ലാത്തെങ്കിലും മലയിലും അല്ലേ? പൊക്കോണ്ടിരിക്കുന്നു. ഓ, ഞാൻ എല്ലാരും അടിച്ച്. അളിയാ അളിയാ എന്റെ നെറ്റ് വീണ്ടും പോകാൻ തോന്നുന്നു. ലൈവ് എത്തിയോടാ? ഓജിയുടെ ലൈവ് എത്തിയല്ലോ. നടക്കുന്ന ഒരു വണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ബാക്കിയുള്ള ഓജിയുടെ വണ്ടികൾ ലൈവ് കത്തിയോ? തിരിച്ചു വന്നു. ഇല്ലല്ലോ കത്തിയിട്ടില്ലല്ലോ. കത്തിട്ട് വന്നു. Okay, ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഓജിയുടെ പ്ലേസ് എല്ലാം ബൈ ഫുഡ്. യെസ്, അങ്ങനെ ഓജിയുടെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓജി ഇറങ്ങി, ഓജി ഇറങ്ങി, ഓജി ബൈ ഫുഡ് ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഓ ഏബിൾ ഫസ്റ്റ് പിക്ക് എടുത്ത് ഒരു വണ്ടി പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓജി പുത്തമ്പേട്ടിൽ ഡൗൺ ആയിരിക്കുകയാണ്. ക്രിസ്റ്റി ഓ കൈമുക്കി ജൂടെടുത്ത് വിക്ക്, ലെക്സ് എടുത്ത് വിക്ക്, ജൂടെടുത്ത് വിക്ക്. ആ ജൂഡ് ഒരെണ്ണം തന്നെ, ഒരു വിക്ക് തന്നെ. ഇവിടെ വാറുണ്ണി ഓജിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ്. ഇവിടെ ഓജി മുഫാസ ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വഴിവിട്ട് ഇതെന്താടാ? ഹലോ സൗണ്ട് ഉണ്ട്. ലൈവ് പോയി ലൈവ് പോയോ? തിരിച്ചു അളിയ അത് നിന്റെ ബ്രാവോടെ ലൈവ് ബഫർ ആവുന്നതാണ്. നീ അവര് തിരിച്ചു പോയൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പിക്ക് എടുത്തിട്ടാണ് ബ്രാവോടെ ലൈവ് ഇരിക്കുന്നത്. കളി തീർന്നാ? കളി കഴിഞ്ഞ? ഇല്ല കുട്ടിദാസ്, മോൻ മാർട്ടിനസ്, സാൽ പിആർഎഫ്, നിക്കു ജോയ്, ലൈവ് പോണതല്ല ബ്രാവോടെ ഇത് വാറുണ്ണി എല്ലാവർക്കും നല്ല രീതിയിൽ വെടി വരുന്നുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്ത് കുട്ടിദാസിനെ നീൽ നീൽ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു. ജുഗ്രു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്താടാ ഇത്? കേരള ഉടനെ നിര്യാതനായിരിക്കുന്നു. വാറുണ്ണി ഇനി രണ്ടുപേരുടെ ഇവിടെ നിക്കു ജോയ്സൺ അല്ല അവൻ വെളിയിൽ വീഡിയോ മടങ്ങിൽ ഇപ്പോ എന്തായാലും വാറുണ്ണി വിളിച്ചോണ്ട് വരുന്നത് നീലൻ. വാറുണ്ണി അങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോലെസ് നീ ഓട്ടാക്കി ഇടുന്നോണ്ടാണ് ഇതിങ്ങനെ ബഫർ ആവുന്നത്. ഇപ്പൊ ഒരു കിക്ക് കൊറേ നാളായിട്ട് ഉണ്ടാവും അറിയത്തില്ല. ജിജി വെൽ പ്ലേഡ്. ജിജി ആരുമില്ലല്ലോ. അങ്ങനെ ബാക്കിയെന്നോ ഫ്ലോലെസ് അല്ല, ഫ്ലോലെസ് അല്ലേ? ഒരാൾ പോയോ? ഒരാൾ ഡൗൺ. ആര് ഡൗൺ? നമ്മുടെ നമ്മുടെ രണ്ടുപേര് ഡൗണോ? ഇല്ലല്ലോ, വൺ ഡൗൺ ആണെന്ന് തോന്നുന്നു. ഫ്ലോലെസ് അങ്ങനെ ആരാ മരിച്ചേ? റെഡിയാന്നോ അവര്? അതൊക്കെ ഞാനല്ലേ അപ്പഴേ ലോകം എടുത്തിട്ട് പറഞ്ഞു. ആരാടാ വില്ലുമാനെ മരിച്ചേ? ഇനി അടുത്ത അതാ ഫ്ലോലെസാ. സാവേജ് മരിച്ചോ? സാവേജ് മരിച്ചെന്ന് പറഞ്ഞു ഇവിടെ എല്ലാരും. സജീവ് സജീവൻ അതാ അതല്ല ഇവർക്ക് പ്ലാൻ സാവേജ് ഡൗൺ ആയോ? എനിക്ക് അടുത്തൊരു 40 കണ്ടോണ്ട് ഉറങ്ങി ഞാൻ അവസാനം ലൈവിൽ ഉറങ്ങുന്ന നമുക്കിപ്പോ ടർഫ് സ്പെക്കുള്ള സമയമൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ സെർവർ കേറല്ലേ? മെയിൻ സെർവർ അടുത്തത് അല്ലേ? നേരത്തെ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. എടാ എല്ലാരും വേറെ സിറ്റി കയറാം. എല്ലാരും കയറാൻ പറ.